നമുക്ക് ഡൽഹിയിലേക്ക് പോകണം. അവിടെ ഡൽഹി മലയാളികളുടെ ഓണമാണ്. ബൽറാം നെടുങ്ങാടിയും അവിടുന്ന് ഓണവിശേഷങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇന്നലെ വൈകുന്നേരം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു കേരള ഹൗസിലെ ഓണാഘോഷം ഇന്ന് അവസാനിക്കുകയാണെന്ന്. പക്ഷേ മലയാളികളെ സംബന്ധിച്ച്, ഡൽഹി മലയാളികളെ സംബന്ധിച്ച് ഓണാഘോഷം ദീർഘനാള്, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. എന്താണ് നമ്മളുടെ ബ്യൂറോയിലെ ആഘോഷ പരിപാടികൾ? എവിടെയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബൽറാം, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ അല്ലേ? ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ 10 ദിവസത്തെയോ ആഘോഷമല്ല. അടുത്ത ഓണം വരെ വിവിധ സംഘടനകൾ, ആളുകൾ, മറ്റ് കുടുംബങ്ങൾ എന്നിവരുടെ ഓണാഘോഷങ്ങൾ നടക്കും. നമ്മുടെ ബ്യൂറോയിലെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വലിയൊരു പൂക്കളം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ പൂക്കളും ഒപ്പം തന്നെ മറ്റ് സാമഗ്രികളും സദ്യയും എല്ലാം ഒപ്പിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. പ്രത്യേക ചന്തകളിൽ മാത്രമേ പൂക്കളെല്ലാം രാവിലെ മാത്രമേ ലഭിക്കുകയുള്ളൂ. വിജയകുമാർ, അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരു വിവാഹ വാർഷിക ദിനം കൂടിയാണ്. എൻ്റെയും വിനീതയുടെയും രണ്ടാം വിവാഹ വാർഷിക ദിവസം കൂടിയാണ്. ആ ആഘോഷവും ഇതിനോടൊപ്പം തന്നെ നടക്കുകയാണ്. എല്ലാവരും വലിയ ഒരു ഓണാഘോഷത്തിൻ്റെ സന്തോഷത്തിലാണ്. വിനീത, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഇത്തവണത്തെ ഓണം നമ്മളിങ്ങനെ ആഘോഷിച്ച് തുടങ്ങി. എനിക്കൊന്ന് ബൽറാം പറഞ്ഞതുപോലെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഓണം ഇങ്ങനെ ഒരു ദിവസത്തിൽ ഇങ്ങനെ നിൽക്കുന്നതല്ല. നമുക്കിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ആഘോഷങ്ങളുണ്ട്. ഇന്നലെ കേരള ഹൗസിൽ നമുക്ക് ഓണ സെലിബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ഓണ സെലിബ്രേഷൻ ആണ്. നമ്മൾ രാവിലെ തന്നെ പൂക്കളൊക്കെ വാങ്ങി അങ്ങനെ ഒരു കൂട്ടായ്മ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങുകയാണല്ലേ നമ്മുടെ ആഘോഷം. നമ്മുടെ 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഓണാഘോഷം. അപ്പോൾ തന്നെ ഇത് സമയത്ത് ഈ അത്തപ്പൂക്കളം തീർന്നതാണ് എന്തുകൊണ്ട് നന്നായത്. സാധാരണ തീരാറില്ല. എന്തായാലും ഇത്തവണ അതിഗംഭീരമായിട്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ട്, എല്ലാവരും ഉണ്ട്, നമ്മുടെ എല്ലാ ടീമുകളും ഉണ്ട്. അങ്ങനെ പങ്കെടുത്തുകൊണ്ട് ഇതാ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ ലൈവിന് ശേഷമാണ് ബാക്കി ആഘോഷം. നമ്മുടെ ക്യാമറാമാൻ ജോഗേഷ് സിംഗ്, ഓണം कैसे है? अच्छा है, हर साल मनाते हैं, एक साथ सब लोग मिलके मनाते हैं और अच्छा लगता है सबके साथ एक साथ मिलके. और ओणम की सबको बधाई है 24 से सारी फैमिली को, पूरा ओणम की सबको हैप्पी ओणम ऑल टू आवर 24 न्यूज़. നമ്മുടെ മാർക്കറ്റിംഗ് ടീം എല്ലാം നമ്മളോടൊപ്പം തന്നെ ഈ ഓണാഘോഷത്തിനുണ്ട്. നമ്മുടെ മാർക്കറ്റിംഗ് മേധാവി അദ്ദേഹം നമ്മളോട് ഓണാശംസകൾ, എങ്ങനെയാണ് ഓണം എന്ന് വിശദീകരിക്കുകയാണ്. കൈസേ ഓണം സെലിബ്രേഷൻ? Wonderful kind of experiment and the effort people done, and I wish each and everyone happy Onam, enjoy and have a great time ahead. നമ്മുടെ സാരഥികളെല്ലാം ഉണ്ട്. രവി, കൈസേ ഓണം? കൈസേ? ओके, अच्छा है. നമ്മുടെ മാർക്കറ്റിംഗ് ടീമിലെ തന്നെ ഐശ്വര്യയാണ് മലയാളി. മാർക്കറ്റിംഗ് ടീമിലെ ഏക മലയാളിയാണ് ഐശ്വര്യ. എങ്ങനെയാണ് ഓണം? സുഖം, നല്ല ഏറ്റവും സൂപ്പർ ഓണമാണ്. എൻ്റെ ഇത് 2ാമത്തെ ഓണമാണ് 24 ന്യൂസിൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഓണം अच्छा है सर, फर्स्ट टाइम था. ഓണം അച്ഛ. നമ്മുടെ അജീഷ് മുണ്ട് വാങ്ങിക്കാൻ പോയി ഇപ്പം തിരികെ എത്തിയിട്ടുണ്ട്. അവസാന നിമിഷമായിരുന്നു മുണ്ട് വാങ്ങിച്ചെത്തിയത്. എങ്ങനെ മുണ്ട് കിട്ടി? മുണ്ട് കിട്ടാനുള്ള ഓട്ടമായിരുന്നു. എന്തായാലും 24 ന്യൂസിലെ ഡൽഹിയിലെ ആദ്യത്തെ ഓണം, അതുകൊണ്ട് മുണ്ടില്ലാതെ പറ്റില്ല. അതുകൊണ്ട് എവിടെ 12:30 ഇറങ്ങിയതാണ്. അവസാനം കിട്ടി. മുണ്ട് കൊടുത്തോണ്ട് ഓണാഘോഷിക്കാതെ പറ്റി. ഇതുപോലെയാണ് വിജയകുമാർ ഈ നമ്മുടെ ഡൽഹി ബ്യൂറോയിലെ ഓണാഘോഷം അല്ലെ, അവരൊക്കെ ഓണാശംസകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു മിനി ഇന്ത്യയാണ് നമ്മുടെ ഡൽഹി ബ്യൂറോ എന്ന് തോന്നുന്നു അല്ലേ? അതെ വിജയകുമാർ, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സാധികളെല്ലാം തന്നെ ഡൽഹി പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം ഉള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ ആഘോഷം തന്നെയാണ് ഡൽഹി ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം ഈ ഓണാഘോഷം എന്നുള്ളത്. അതിൻ്റെ എല്ലാ മലയാളികൾ എങ്ങനെ ആഘോഷിക്കുന്നോ കേരളത്തിൽ അതുപോലെ തന്നെ ആഘോഷിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. വിജയകുമാർ, യെസ്. അപ്പോൾ ബൽറാമിനും വിനീതയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ കൂടി നേരുകയാണ്. ഞാനിപ്പോഴാണ് നിങ്ങളുടെ വിവാഹ വാർഷികം ഈ ഓണക്കാലത്തായിരുന്നു, ആ വിവാഹം ഓണക്കാലത്തായിരുന്നു എന്ന് ഞാൻ ഓർത്തത്. അപ്പോൾ ഒരിക്കൽ കൂടി വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലായിടത്തും ഓണാഘോഷമാണ്. ഞങ്ങളുടെ ബ്യൂറോകളും ഈ പറയുന്ന ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഒക്കെ ഈ വാർത്താ തിരക്കുകൾക്കിടയിലും കിട്ടുന്ന സമയത്ത് ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മുൻകൂട്ടി ഓണാശംസകൾ നേരുന്നു. ഓണത്തിന്റെ വിശേഷങ്ങളുമൊക്കെ ഇനിയും ബാക്കിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.